കോഴിക്കോട് എരഞ്ഞിപ്പാലം ക്ഷേത്രോത്സവത്തിനെതിരെ കൂട്ടയടി. കൊയ്യേരി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 2 വീട്ടുകാർ തമ്മിലുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത്. വർഷ ഗിരീഷാണ് വാർത്തകൾ ഒരുങ്ങം ചേരുന്നത്. വർഷ, ഈ ആനയുടെ മൂലമൊക്കെ ആയിപ്പോയി. 2 വീട്ടുകാർ തമ്മിൽ തർക്കം ഇമാതിരി അടി എത്തുമോ? അതോ ആന ഇപ്പോൾ ഉണ്ടോ അതിനകത്ത്? ആനയല്ല കേട്ടോ. അതെ ഹാഷ്മി, അത് വല്ലാത്തൊരു കഥയായി പോയി തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇന്നലെ രാത്രിയാണ് എരഞ്ഞിപ്പാലത്ത് കൊയ്യേരി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഈ അടി ഉണ്ടാകുന്നത്. അവകാശത്തെ ചൊല്ലിയുള്ള 2 കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 9 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെയുള്ള 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രോത്സവത്തിലെ ചടങ്ങിനിടെ വെറ്റില കൊടുക്കുന്ന ഒരു പ്രധാന ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ ആർക്ക് വെറ്റില കൊടുക്കണമെന്നുള്ള തർക്കമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത്. തങ്ങൾക്ക് വേണമെന്നൊരു കൂട്ടരും, അതല്ല തങ്ങളാണ് യഥാർത്ഥ അവകാശികൾ എന്ന് മറ്റൊരു കൂട്ടരും വാദിക്കുകയായിരുന്നു. ശേഷം ഈ വാക്ക് തർക്കം സംഘർഷത്തിലേക്ക് കലാശിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ക്ഷേത്രം ഉത്സവം ആകെ ഒരു സംഘർഷ അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. ഈ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു തർക്കം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രമാത്രം അതിരു കടക്കുന്നത് ഇത് ആദ്യമായാണെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് അടക്കം ഉൾപ്പെട്ടാണ് ആളുകളെ മാറ്റിയത്. നിലവിൽ എന്തായാലും കേസ് എടുത്തിട്ടില്ല, ആരുടെയും പരാതി ഇല്ലെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പതിവ് കലാപരിപാടിയാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പോലീസിന്റെയും ഒരു തീരുമാനം. പക്ഷേ ഈ പരിക്കേറ്റ സാഹചര്യത്തിൽ പരാതിയുമായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ കേസെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഹാഷ്മി, എന്തായാലും പതിവ് കലാപരിപാടിയാണ്, അതുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങ് വെറുതെ വിടണോ? ഇപ്പം പറഞ്ഞതുപോലെ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമാണ്, പക്ഷെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കാര്യമായ ബോധമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.